ഈ ഒരു ബ്രീഡിൻ്റെ പേര് പൂഡിൽ എന്നാണ്. കണ്ടാ പൂടി ഇതുപോലെ ചുരുണ്ട മുടിയൊക്കെയാണ്. ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ നിറയെ പൂടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ പൂഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബ്രീഡിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ആള്. പൂഡിൽ എന്നാണ് ഈ ഒരു ബ്രീഡിൻ്റെ പേര്. നോർമലി ഡോഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നൊരു ബ്രീഡ്. കാരണം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോട്ടോയിലും വീഡിയോയിലും മൂവീസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ബ്രീഡിനെ. അപ്പോൾ ഇതിൻ്റെ പേര് പൂഡിൽ എന്നാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ നോർമലി കണ്ടിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ ഇതിൻ്റെ കാലൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് വേറൊരു രീതിയിൽ ഇതിൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഇതിനെ ശ്രദ്ധിക്കാനും കാരണം. അപ്പം അതൊരു ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു പ്രത്യേകതരം കട്ടാണ്. അപ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിൻ്റെ സ്ട്രക്ചറും അനാട്ടമി ഒന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബ്രീഡിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഇവർ റിട്രൈവിങ്ങിനും ഹണ്ടിങ്ങിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ബ്രീഡാണ് ശരിക്കും പൂഡിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കമ്പാനിയനായിട്ടും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോഗ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു കമ്പാനിയൻസ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിലും ശരിക്കും ഒരു റിട്രൈവിംഗ് ഡോഗ് ആയിരുന്നു. ഭയങ്കര വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു സൈസ് അനുസരിച്ചൊരു 3-4 വെറൈറ്റീസ് ഉണ്ട്. ഇത് ശരിക്കും 3 വെറൈറ്റീസ് ആണ് വരുന്നത്. അപ്രൂവായിട്ട് വരുന്നത് 3 വെറൈറ്റീസ് ആണ്. സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, പിന്നെ മിനിയേച്ചർ, പിന്നെ ടോയ് പൂഡിലാണ് വരുന്നത്. ഈവൻ ശരിക്കും ടോയ് പൂഡിൽ വന്നതാണ്. ഇത് പപ്പിയാണ്, ഒരു ടോയ് പൂഡിലാണ്. ടോയ് പൂഡിൽ ഒരു മാക്സിമം വെയിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 3 kg ഒക്കെ വരെ വരാറുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ കളേഴ്സാണ്. ശരിക്കും പൂഡിൽസ് ഒരു ഭയങ്കര വൈഡ് റേഞ്ച് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്രൗൺ, ആപ്രിക്കോട്ട്, ബ്രൗൺ പറഞ്ഞില്ല, ഗ്രേ, അങ്ങനെ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. ഇത് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ, ഒരു ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡോഗ് ബ്രീഡാണ്. നന്നായിട്ട് ട്രെയിൻ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ബ്രീഡാണ്. അതുപോലെ ഭയങ്കര എനർജറ്റിക്കുമാണ്. നോർമലി നമ്മളൊരു സാധാരണ ഒരു സ്മോൾ ബ്രീഡിനെ അപേക്ഷിച്ച് വളരെ എക്സസൈസും ഒക്കെ വേണ്ട ഒരു ബ്രീഡാണ്. സ്വിമ്മിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ കൊണ്ടുമൊക്കെ ചെയ്ത് നന്നായിട്ട് എക്സസൈസ് കൊടുത്ത് വളർത്തേണ്ട ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് പൂഡിൽ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു ബ്രീഡായത് കാരണം നമുക്ക് വീടുകളിൽ വളരെ ചെറിയൊരു സ്പേസിലൊക്കെ ഒരു ഡോഗിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡ് കൂടിയാണിത്. പിന്നെ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോഗാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ വരാൻ വളരെ സാധ്യതയുള്ള ഒരു ബ്രീഡ് കൂടിയാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ഹെയറും കോട്ടിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നോർമലി ഷിറ്റ്സു, ലാസ പോലെ ഒരു സ്ട്രെയിറ്റ് ടൈപ്പ് ഹെയർ അല്ല അവർക്ക് വരുന്നത്. കുറച്ച് കർലി ആയിട്ട് കണ്ടില്ലേ, കുറച്ച് ചുരുണ്ട ടൈപ്പ് ഒരു മുടിയാണ് വരുന്നത്. പിന്നെ ഇവരുടെ ഒരു ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബാക്കിയുള്ള ഒരു ഹെയറി ബ്രീഡ്സിനെ അപേക്ഷിച്ച് ഷെഡിങ് വളരെ കുറവാണ് ഇതിന്. പക്ഷേ ഇത്രയും കർലി ആയത് കാരണം നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തും ഗ്രൂം ചെയ്തും നോക്കേണ്ട ഒരു അത്യാവശ്യം വരും. പിന്നെ ഭയങ്കര ഷെഡിങ് ഇല്ലാത്ത കാരണം അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നോക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. പിന്നെ വരുന്നത് ഇവരുടെ ഒരു ഫുഡും മെയിൻ്റെനൻസും ഒക്കെയാണ്. അപ്പോൾ വളരെ ചെറിയൊരു ബ്രീഡായതുകൊണ്ട് ഫുഡും അതുപോലെ തന്നെ വളരെ കുറച്ച് ഫുഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഹെയർ ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഈ കളറും ഇതിൻ്റെ ഒരു ഷൈനിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചിക്കു പപ്പിയാണ് കേട്ടോ. ടോയ് പൂഡിൽ വരുന്ന ഒരു ചെറിയ പപ്പി കുട്ടിയാണ് ഇവൾ. അപ്പം ഇവളല്ല, ഇവനാണ്. ഇവൻ ബേസിക്കിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. അത്യാവശ്യം കുറച്ച് ഫുഡ് മാനേഴ്സും കുറച്ച് കേജ് മാനേഴ്സും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രെയിനിങ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം.